നായന്മാരിൽ സ്ത്രീകളില്ലേ 147ാമത് മന്നം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഇന്ന് പത്രങ്ങളിൽ വന്ന പരസ്യം. അതിൽ NSS ഡയറക്ട് ബോർഡിലെ 27 അംഗങ്ങളുടെ ചിത്രങ്ങളുണ്ട്. 27 പേരും പുരുഷന്മാരാണ്. അത് ശരിയല്ല. 27 സ്ത്രീകളുണ്ട്. അവർ പുരുഷന്മാരെ പോലെ ഇരിക്കുന്നേ ഉള്ളൂ. NSSൽ സംഭവിക്കുന്നത് എന്താ, ആണായിട്ടൊരുത്തനേ ഉള്ളൂ സുകുമാരനായിരുന്നു. ബാക്കിയൊക്കെ പെണ്ണുങ്ങളാണ്. അദ്ദേഹം പറയുന്നത് അനുസരിക്കും. ഒറ്റ ആൺപിറന്നവനേ ഉള്ളൂ, അത്രേ ഉള്ളൂ സമുദായത്തിലാകെ. അപ്പോൾ അതുകൊണ്ട് ഇത് ആണാണോ പെണ്ണാണോ എന്നൊക്കെയുള്ള തർക്കത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ല. തിരുവായിക്ക് എതിർവായില്ല NSSൽ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാലും അയാൾ പുറത്താകും. അങ്ങനെയാണ് നിങ്ങളുടെ ബാലഗോപാലിൻ്റെ സഹോദരനുണ്ടല്ലോ കലഞ്ഞൂർ മധു പുറത്തു പോയില്ലേ. കലഞ്ഞൂർ മധു ആകാശിടിഞ്ഞ് താഴെ വീഴുമെന്ന് പറഞ്ഞ് എന്തായി? ഒന്നും സംഭവിച്ചില്ല. NSSൻ്റെ ഭരണഘടന അങ്ങനെയാണ്. അത് സുകുമാരൻ നായരുടെ ഒരു സാമർഥ്യമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ ഭരണഘടന സെറ്റപ്പ് അങ്ങനെയാണ്. മൂന്നിലൊന്ന് അംഗങ്ങളാണ് പോകുന്നതും തിരിച്ചു വരുന്നതും. ബാക്കിയുള്ള 2/3 കയ്യിൽ എപ്പോഴും കൺട്രോളും ഉണ്ടാവും. ആ കൺട്രോൾ ഉള്ളതുകൊണ്ട് അവർക്ക് നിയന്ത്രിക്കാവുന്ന ആളുകളെ വീണ്ടും ഡയറക്ടർ ബോർഡിൽ വരുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഈ സെറ്റപ്പ് ഒരിക്കൽ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഇയാളെ മാറ്റാൻ വലിയ പ്രയാസമാണ്. എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ഈ കിടങ്ങൂർ ഗോപാലകൃഷ്ണൻ മാത്രം സിംഗപ്പൂർ ഹൈക്കമ്മീഷണറായിട്ട് കരുണാകരൻ ഒരു കളി കളിച്ചിട്ട് പറഞ്ഞു വിട്ടതല്ല. ബാക്കി ആരെയും ഇങ്ങനെ മാറ്റിയിട്ടില്ല. എൻ്റെ ഓർമ്മയിലും ഇല്ല NSS. അത് സാധ്യമല്ല. അതുകൊണ്ട് ആണോ പെണ്ണോ എന്നുള്ളതിന് പ്രസക്തിയൊന്നുമില്ല. ഭരണഘടന സെറ്റപ്പിൽ ആണായാലും പെണ്ണായാലും ഇങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതൊരു ഇഷ്യൂ ആക്കണ്ട. പക്ഷേ ഇപ്പോൾ നമ്മളിങ്ങനെ ഈ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെ കണക്കെടുത്ത് പറഞ്ഞാലും ചിലപ്പോൾ സുകുമാരൻ നായർ ഒരു ആണിനെ പോലെ സംസാരിക്കാറും പ്രവർത്തിക്കാറുമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നു, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചരിത്രത്തെ മാറ്റിമറിക്കുക വരെ ചെയ്യാറുണ്ടെന്ന്. അതൊക്കെ പണ്ട് ചെയ്ത് കഴിഞ്ഞതാണ്. അല്ല, അത് വിളിച്ചു പറഞ്ഞു അദ്ദേഹം. അത് അങ്ങനെ ഒരുപാട് താമസിച്ചു. ഇതൊക്കെ വളരെ പണ്ടേ ചെയ്തതാണ്. ഞാൻ ഈ മന്നം നമ്മുടെ തിരുകൊച്ചി നിയമസഭ മുതൽ ഇങ്ങോട്ട് ചെയ്ത നിയമസഭാ പ്രസംഗങ്ങൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഇതെല്ലാം മന്നം പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ മന്നം പറഞ്ഞതിൽ നിന്ന് NSS ഒരുപാട് വ്യതിചലിച്ചു രാഷ്ട്രീയ കാരണങ്ങളാൽ. അതിൽ സുകുമാരൻ നായർക്കും അദ്ദേഹത്തിൻ്റെതായ ഒരു പങ്കുണ്ട്. അദ്ദേഹം ഈ ബ്ലോ ഔട്ട് ബ്ലോക്ക് ഹോൾഡ് എന്ന് പറയുന്ന പോലെ ഒന്ന് കത്തോലിക്ക സഭയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുപ്പം അത് പലപ്പോഴും അദ്ദേഹത്തെ ബോൾഡ് സ്റ്റെപ്പ് എടുക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ഇപ്പോൾ ഈ ഒരു ബോംബ് അദ്ദേഹം ഇടുന്നു, ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചരിത്രം മാറ്റി എഴുതുന്നു. ഇത് ഇല്ലാന്ന് ന്യൂനപക്ഷം പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സുകുമാരൻ നായർ മെനക്കെടുവോ? ഇന്ന കാര്യങ്ങളൊക്കെ കുത്തിച്ചെലുത്തി എന്ന് പറയാൻ മെനക്കെടുവോ? ഇല്ല. അദ്ദേഹം അത് ആ ബോംബ് അങ്ങ് വിടും. സാധ്യതയില്ല. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറുപടിയോ പ്രതികരണമായിട്ട് ആരും വരാനും സാധ്യതയില്ല. അവഗണിച്ച് തള്ളുകയാണ്. പിന്നെ മാത്രമല്ല, അദ്ദേഹം എത്രയോ കാലമായിട്ട് മാധ്യമങ്ങളെ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു പത്രസമ്മേളനമോ ഒന്നും നടത്താറൊന്നുമില്ല. മാധ്യമങ്ങൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കാറില്ല. വല്ലപ്പോഴും എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ബൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യും എന്നുള്ളതല്ലാതെ എത്രയോ നാളായിട്ട് അദ്ദേഹം ഇത് വേണ്ടാന്ന് വെച്ചു. അദ്ദേഹം അതിലൊരു ന്യായമുണ്ട് കേട്ടോ. അദ്ദേഹം പറയുന്നത് ഇവർ വെറുതെ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾ ചോദിക്കുക, എന്നിട്ട് അതിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് കുഴപ്പം പിടിച്ചു തോന്നത്തക്ക രീതിയിൽ ആ ഭാഗം മാത്രം എടുത്തിട്ട് കാണിക്കും. ഇതൊക്കെ പത്രക്കാർ ചെയ്യാറുമുണ്ട്, TV-കാരും ചെയ്യാറൊക്കെ ഉണ്ട്. ആ വാക്യം മാത്രം കേൾപ്പിക്കുക, പറയാത്ത കാര്യങ്ങൾ പറയുക, ഇദ്ദേഹത്തിൻ്റെ വിഷ്വല് കാണിക്കും, പക്ഷേ പറയുന്നത് റിപ്പോർട്ടറായിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഉപദ്രവിക്കുന്നു. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വെച്ചു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ജിഹ്വയേ ഉള്ളൂ. അതിപ്പോൾ സർവീസ് എന്ന മാഗസിനാണ്. അതിലെന്തെങ്കിലും എഴുതിയാൽ എഴുതി, അത് ആരെങ്കിലും തേടിപ്പിടിച്ച് വായിച്ച് അത് വാർത്തയാക്കി കഴിഞ്ഞാൽ ആകും. ഇതല്ലാതെ അദ്ദേഹത്തിന് ഈ മെയിൻ പബ്ലിക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന മാർഗമില്ല. അതുകൊണ്ടാണ് അദ്ദേഹം ഇഷ്യൂസിൽ അവഗണിക്കപ്പെടുന്നത്. പക്ഷേ എന്നാലും തനിക്ക് ആവശ്യമുള്ള സ്ഥലത്ത് അസർട്ട് ചെയ്യാനും വഴക്കുണ്ടാക്കാനും അദ്ദേഹത്തിന് അറിയാം. പ്രത്യേക പ്രാവീണ്യമുണ്ട്. അങ്ങനെയാണ് ഈ ഗണപതി ഇഷ്യൂ പുള്ളി ടേക്കപ്പ് ചെയ്യുന്നത്. ഗണപതി പ്രശ്നം NSS ആണ് ഏറ്റവും അധികം ക്ഷോഭിച്ച് മുസ്ലിങ്ങളെ വെല്ലുവിളിച്ച് അല്പം അധിക്ഷേപിച്ച് ഒക്കെ സംസാരിച്ചിട്ട് നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയത് ഇദ്ദേഹമാണ്. ആ ഘോഷയാത്ര നടക്കുന്നതിൻ്റെ 2-3 ദിവസം മുമ്പാണ് ഈ കലഞ്ഞൂർ മധുവിനെ പുറത്താക്കുന്നത്. അഥവാ അങ്ങനെ ഇറങ്ങിപ്പോകുന്നത്. ഡയറക്ടർ ബോർഡിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്
അപ്പോൾ ഈ സാധനം ഈ കലഞ്ഞൂർ മധുവിൻ്റെ ഇറങ്ങിപ്പോക്കുണ്ടായ ആ ഒരു പൊട്ടിത്തെറിയുണ്ടല്ലോ, ഈ ഗണപതി വിവാദത്തിൽ സുകുമാരൻ നായർ മുക്കിക്കളഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗണപതിയും ഇല്ല, ശിവനും ഇല്ല, ഒന്നുമില്ല, മധുവില്ല. ഇതിൽ നാമജപഘോഷയാത്രയുടെ പേരിലുള്ള കേസ് പിണറായി വിജയൻ പിൻവലിക്കുകയും ചെയ്തു. എല്ലാവരും ആയി. ഇതേ നാമജപഘോഷയാത്ര പാവം ഹിന്ദു ഐക്യവേദിക്കാർ നടത്തി, അവരുടെ പേരിലുള്ള കേസ് പിൻവലിച്ചിട്ടുമില്ല. ഇതാണ് ആ സാമർഥ്യം സുകുമാരൻ നായർക്കുണ്ട്. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. വളരെ സംസ്കാര സമ്പന്നനായ നല്ലൊരു മനുഷ്യനാണ്. കേരളത്തിൽ നിന്ന് പിഴയ്ക്കാനായിട്ട് ഇതുപോലത്തെ നമ്പറുകളില്ലാതെ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ, അങ്ങനത്തെ ഒരു രാഷ്ട്രീയമാണ് കേരളത്തിൽ. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ചരിത്രം വരെ നിങ്ങൾ തിരുത്തിയിട്ടുണ്ട്, പക്ഷേ ഇത് ഫോളോ അപ്പ് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. അതായത് ഈ പറഞ്ഞു വരുന്നത് പുള്ളി ഇങ്ങനെ ഓരോ ബോംബുകൾ പൊട്ടിക്കുന്നതിൻ്റെ പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്നാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ എന്തായിരിക്കും എന്ന് 2-3 ദിവസത്തിനകം തിരിച്ചറിയാം. ഈ സുകുമാരൻ നായർ സാറ് ഒരു അമ്പയൊക്കെയാണെങ്കിൽ ആ അമ്പിൻ്റെ ദിശ അത് ചെന്ന ഒരു സ്ഥലത്ത് കൊള്ളും, പക്ഷേ അവിടെ കൊള്ളാൻ വേണ്ടിയിട്ടല്ല അത് അയച്ചിരിക്കുന്നത്. വേറെ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് നിലവിളി കേൾക്കാം. ഈ അമ്പ് കൊള്ളാത്ത ഒരുത്തൻ നിലവിളിക്കുന്നത് കേൾക്കാം. അപ്പം മനസ്സിലായിക്കൊള്ളാം അവൻ്റെ നേർക്കായിരുന്നു ഈ അമ്പ് അയച്ചത്. അത് ആ സാമർഥ്യം അദ്ദേഹത്തിന് തുടക്കം മുതലുണ്ട്. നാരായണ പണിക്കർ സാറുള്ളപ്പോൾ പോലും അദ്ദേഹത്തെ നിയന്ത്രിക്കുന്നത് ഏകദേശം സുകുമാരൻ നായർ സാറായിരുന്നു. ഇതാണ് അവർ തമ്മിലുള്ള ആ ഒരു ഫ്രീക്വൻസി മാച്ചും ഉണ്ടായിരുന്നു. ബന്ധം ഒടുവിൽ വഷളായിരുന്നു, കുറച്ച് വഷളായി. ഒന്ന്, ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരു നല്ല റിലേഷനിൽ പോകണം എന്നുള്ളത് നാരായണ പണിക്കർക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയല്ല, നമ്മളൊരല്പം നമ്മുടെ മസിലും കാണിച്ച് വേണം നിൽക്കാൻ എന്ന് സുകുമാരൻ നായർ. ഈ ഒരു കാര്യത്തിലാണ് ചെറിയൊരു ഉരച്ചിലുണ്ടായത്. അത് പക്ഷേ സീരിയസ് ഒന്നും ആയില്ല. കാരണം നാരായണ പണിക്കർ പൊതുവെ സൗമ്യനും ശാന്തശീലനും ഒക്കെയാണ്. പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പോട്ടെ എന്നൊക്കെ വയ്ക്കുന്ന സ്വഭാവക്കാരനായിരുന്നു. അതുകൊണ്ട് അതൊരു എക്സ്പ്ലോഷനിലേക്കൊന്നും പോയില്ല. ഉള്ളിലിങ്ങനെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഈ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും അടുപ്പിക്കാൻ പ്രാപ്തിയുള്ളൊരു ഹിന്ദു നേതാവ് ഉണ്ടെങ്കിൽ അവരിപ്പോഴും അടുക്കും. ഈ രണ്ട് കാരണന്മാർക്കും കുറച്ച് അവരുടെ ഒരു മാടമ്പിത്തരവും സംഗതിയൊക്കെ ഉണ്ടാകുമല്ല, സ്വാഭാവികം. 10, 75, 80 വയസ്സായ ഒരു കാർന്നവർക്ക് ഒരല്പം മാടമ്പിത്തരയില്ല, ആരാ എന്നൊക്കെ ചോദിക്കുന്നവർക്ക് ഇത് വകവെച്ച് കൊടുത്തിട്ട് അങ്ങനെയല്ല ചേട്ടാ നമുക്ക് ഇത് ശരിയാക്കണ്ടേ എന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരെ കൂട്ടിഘടിപ്പിക്കാൻ ഉള്ള ആളുണ്ടെങ്കിൽ അവരിപ്പോഴും ഒന്നാകും. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരാളെ കാണുന്നില്ല. ഈ കഴിഞ്ഞ ഒരു 5 വർഷത്തിനിടയ്ക്ക് സുനിൽ നോക്കിക്കോളൂ, എവിടെയെങ്കിലും വെച്ച് വെള്ളാപ്പള്ളി ഒരു അമ്പ് ചങ്ങനാശ്ശേരിക്ക് അയക്കുകയോ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഒരു അമ്പ് കണിച്ചുകുളങ്കരിക്ക് വരികയോ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ല. 2 പേരും തയ്യാറാണ്, പക്ഷെ ആര് ഈ പാലം പണിയാൻ ഒരാൾ വേണ്ടേ, ഒരു മൂന്നാമൻ വേണ്ടേ യോജിപ്പിക്കാൻ? അതില്ല. വരുവരാൾ എന്ന് കാത്തിരിക്കാം. പക്ഷേ ടി ജി ആദ്യം പറഞ്ഞൊരു കാര്യമായി തുടക്കത്തിൽ പറഞ്ഞു, അതായത് NSSൻ്റെ ഈ നിലപാടുകൾക്ക് ഒരു ദൗർബല്യം വന്നതിനൊക്കെ ഒരു കാരണം ക്രൈസ്തവ സഭയുമായിട്ടുള്ള ഒരു അടുപ്പം എന്ത് തരത്തിലെന്ന് പറഞ്ഞു. ശരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ അത് മന്നത്ത് പത്മനാഭൻ്റെ കാലത്ത്, വിമോചന സമര കാലത്ത് തുടങ്ങിയതാണ്. അതിനു മുമ്പ് മന്നം കോൺഗ്രസിനെ വിളിച്ചുകൊണ്ടിരുന്നത് എന്താ? കത്തോലിക്ക കോൺഗ്രസ് എന്നാണ്. അതായത് പറവൂർ ടി കെ നാരായണപിള്ളയുടെ അദ്ദേഹം പ്രധാനമന്ത്രി എന്ന് പ്രവിശ്യയാണ്, പ്രധാനമന്ത്രി എന്ന് പറയാം. ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ഇപ്പോൾ ലോ കോളേജ് ഇരിക്കുന്ന സ്ഥലമാണ് തിരുക്കൊച്ചി അസംബ്ലി. ഈ അസംബ്ലിയിൽ ദേവസ്വം ആക്ട്, നമ്മുടെ ഇപ്പോൾ നമ്മൾ ബഹളം വയ്ക്കാറുള്ള ആക്ട് ഉണ്ടല്ലോ, 1950 പാസ്സാക്കിയ ആക്റ്റാണ്. ഈ ആക്ട് പാസ്സാക്കാൻ ഈ ക്രിസ്ത്യൻ ഭൂരിപക്ഷമാണ് ടി കെ നാരായണപിള്ളയെ സഹായിച്ചത്. ഹിന്ദുക്കൾ ഏകദേശം എല്ലാവരും തന്നെ ഇതിനെതിരായിരുന്നു. പട്ടംതാണുപിള്ള എതിരായിരുന്നു, R ശങ്കർ എതിരായിരുന്നു. ആ സമയത്തെ ശങ്കറിൻ്റെയും മന്നത്തിൻ്റെയും പ്രസംഗങ്ങൾ, അസംബ്ലിയിൽ നടത്തിയ പ്രസംഗങ്ങൾ നോക്കണം. പ്രവീൺ തോഗടി അത്തരം പ്രസംഗം ചെയ്തിട്ടില്ല. സത്യം ഞാൻ പറയുക, ഗോ ടു ദ റെക്കോർഡ്സ് ആൻഡ് സീ ദാറ്റ്. അത്രയ്ക്ക് ഉജ്ജ്വലമായ പ്രോ ഹിന്ദു പ്രസംഗം. എന്നിട്ട് ഈ ആക്ട് പാസ്സാകാൻ ഇതിലുള്ള കത്തോലിക്കന്മാരാണ് സഹായിച്ചത്. അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ തിരുവിതാംകൂർ വലിയൊരു പ്രദേശമാണ്, പക്ഷേ അവിടെ നിന്നുള്ള MLA കുറവാണ്. കൊച്ചി ചെറിയൊരു പ്രദേശമാണ്, പക്ഷേ ജനസംഖ്യ കൊണ്ടും പ്രാഗൽഭ്യം കൊണ്ടും കൂടുതലാണ്. അപ്പോൾ ക്രിസ്ത്യൻ MLA എണ്ണത്തിൽ കൂടുതൽ കൊച്ചിയിൽ നിന്നുണ്ടായി, തിരുവിതാംകൂറിൽ നിന്നും കുറേ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ
ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷം എന്ന് പറയാനില്ല, പക്ഷേ അവർ നിർണായക ശക്തിയായി. ആ ശക്തിയാണ് ഈ ബില്ല് പാസ്സാക്കാൻ ടി കെ നാരായണപിള്ള പ്രയോഗിച്ചത്. അതിനുശേഷമാണ് മന്നം പറഞ്ഞത് കത്തോലിക്ക കോൺഗ്രസ്സാണ്. ഇവരെല്ലാം കോൺഗ്രസ്സുകാരാണ്. ആർ ശങ്കർ കോൺഗ്രസ്സാണ്, മുഖ്യമന്ത്രി ടി കെ നാരായണപിള്ള കോൺഗ്രസ്സാണ്, പട്ടനാണപിള്ള കോൺഗ്രസ്സാണ്, മന്നം കോൺഗ്രസ്സാണ്. എല്ലാവരും കോൺഗ്രസ് ലെവലിലാണ് വന്നിരിക്കുന്നത്. പക്ഷേ കത്തോലിക്ക കോൺഗ്രസ്സാണെന്ന് പറഞ്ഞു മന്നം. ഇത് കഴിഞ്ഞ് ഈ വിമോചന സമര കാലത്ത് വന്നു കഴിഞ്ഞപ്പോൾ ആപദ്ധർമ്മം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, സംഗതി ആപത്താണ്. നമ്മുടെ ജീവൻ അപകടത്തിലായി. ഈ പറയുന്ന പോലെ സെല്ല് സെക്രട്ടറിയുടെ സമൻസ് വരാൻ തുടങ്ങി. വീട്ടിൽ ജീവിച്ചു പോകണമെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ ഒച്ചാനിച്ചാലേ പറ്റുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയല്ല, CPI അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. ഇവരുടെ ധാർഷ്ട്യത്തിന് കീഴടങ്ങിയേ ജീവിക്കാൻ പറ്റൂ എന്നുള്ളതായി. അങ്ങനെ വന്നപ്പോൾ ഈ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ ബില്ലും വന്നു. വിദ്യാഭ്യാസ ബില്ലിൽ ഏറ്റവും അധികം ആശങ്കയുണ്ടായത് ക്രിസ്ത്യൻ സമുദായത്തിനാണെങ്കിലും NSSനും ഉണ്ട്, സ്കൂളും കോളേജും ഒക്കെ. അപ്പോൾ ഒരു കോമൺ ഇൻട്രസ്റ്റ് വന്നു. അങ്ങനെയാണ് വീണ്ടും ഇവരടുക്കുന്നത്. ഈ സുകുമാരൻ നായരുടെയൊക്കെ അടുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ചങ്ങനാശ്ശേരി രൂപതയുമായിട്ടുള്ള അടുപ്പമാണ്. കത്തോലിക്ക സഭ എന്ന് പറയാനായിട്ട് അതിൻ്റെ ആസ്ഥാനത്ത് ഒരിക്കലും സുകുമാരൻ നായർ വന്നിട്ടില്ല. ഉണ്ടോ? ആലഞ്ചേരിയെ കാണാനോ അപ്പോൾ ആ ഒരാളെയും കാണാൻ, ക്ലിമ്മീസിനെ കാണാൻ അവിടെ പോകുക, അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല പുള്ളി. ചങ്ങനാശ്ശേരിയിലെ സഭ തൊട്ട് അയൽവക്കത്തല്ലേ. അതെ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ബന്ധം. ആ ബന്ധം നിലനിൽക്കുമ്പോൾ അത് വഷളാക്കാനായിട്ട് സുകുമാരൻ നായർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ NSSൻ്റെ SNDP യോഗത്തിൻ്റെയൊക്കെ ശക്തി ചോർത്തി കളഞ്ഞത് NDPയുടെയും SRPയുടെയും രൂപീകരണമല്ലേ? അല്ല, അത് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ദോഷങ്ങളും ഉണ്ടാകും. ആ പാഠം അവർ പഠിച്ചു. അതുകൊണ്ട് NDPയും SRPയൊക്കെ പിരിച്ചുവിട്ട് സ്വസ്ഥമായത്. അല്ല, ഇനിയിപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇവർ അപകടത്തിൽപ്പെടുമായിരുന്നു. അല്ല, നമ്മൾ ഈ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ NSSൻ്റെയും SNDP യോഗത്തിൻ്റെയും അല്ലെങ്കിൽ സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും വീണ്ടും ഒരു ഒത്തുചേരൽ ഉണ്ടാവുമോ? അതിനെ സമ്മതിക്കുമോ ഇവിടുത്തെ പുരോഗമനവാദികൾ, കമ്മ്യൂണിസ്റ്റുകൾ? അല്ല, അതിൽ ഒരുപാട് കുത്തിത്തിരിപ്പുകളുണ്ടാവും. ആ കുത്തിത്തിരിപ്പിനെ അതിജീവിച്ചും നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതാണ് എന്നൊരു തോന്നൽ ഈ രണ്ട് കാരണവന്മാർക്ക് ഉണ്ട്. ആരാദ്യം പറയും എന്നൊക്കെയുള്ള ചോദ്യവുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് യോജിപ്പിക്കാനുള്ള ഒരു ഫോഴ്സ് ഇല്ല. ഫോഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി അവർ ഫോഴ്സ് കയ്യില്ല എന്ന് ചോദിക്കാം. അതിൽ സ്റ്റേച്ചർ വേണമല്ലോ. അതെ, രണ്ടുപേരും സംസാരിക്കാൻ പറ്റിയ ഒരാൾ. അത് ഇതുവരെ ഒന്നുകിൽ അവർ മുൻകൈ എടുത്തിട്ടില്ല, അവർക്ക് ആളില്ല എന്നും ഞാൻ പറയില്ല കേട്ടോ. ഹിന്ദു ഐക്യവേദി ആണെങ്കിലും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനാണെങ്കിലും നല്ല സ്റ്റേച്ചറുള്ള ആൾക്കാരുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സുകുമാരൻ നായർ ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കാലങ്ങളായി വെള്ളാപ്പള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എല്ലാം മാറ്റിവെക്കുന്നു, അവരെല്ലാം നേടിക്കൊണ്ടു പോകുന്നു, അവർക്ക് വേണ്ടി എന്തു ചെയ്യാനും ഭരണകൂടം തയ്യാറാവുന്നു എന്നത് ഒരു പക്ഷേ വെള്ളാപ്പള്ളിയുടെ ഒരു എക്കോ പോലെ എനിക്ക് തോന്നി. ആയിരിക്കാം. പക്ഷേ വെള്ളാപ്പള്ളിയും ഇതുപോലത്തെ കുറേ അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. പിന്നോക്ക സമുദായ മുന്നണി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കലാപരിപാടി, നായാടി മുതൽ നമ്പൂതിരി വരെ. അല്ല അതിനു മുമ്പ് PDP ടൈപ്പ് ആൾക്കാരും ആയിട്ട് പിന്നോക്ക സമുദായ മുന്നണി, പിന്നോക്ക മുസ്ലിം സമുദായ മുന്നണി, അങ്ങനെ ഒരു കലാപരിപാടിയായിട്ട് കുറച്ച് കാലം അസോസിയേറ്റ് ചെയ്ത് വെള്ളാപ്പള്ളി. പിന്നെ അത് മുതലാവില്ല എന്ന് കണ്ടിട്ട് പുള്ളി തന്നെ നിർത്തി. പക്ഷേ ഈ ചെയ്തു പോയ കർമ്മം നമ്മളെ പിന്തുടരുമല്ല. അത് വിടാതെ ഇങ്ങനെ പിന്തുടരും. അപ്പോൾ ആ ഒരു പ്രശ്നം വെള്ളാപ്പള്ളിക്കും ഉണ്ട്. ഈ വേണ്ടാത്തതിലൊക്കെ തലയിട്ട് അങ്ങനെ നീക്കുകയാണ്. നമ്പൂതിരി മുതൽ നായാടി വരെ നല്ലൊരു മുദ്രാവാക്യമായിരുന്നു വെള്ളാപ്പള്ളിയുടെ. അന്ന് വെള്ളാപ്പള്ളി വലിയ ഹീറോ ആയി. അതേ തുടർന്നാണ് BDJS ജന്മം എടുക്കുന്നത്. പക്ഷേ BDJS BJP ബാന്ധവം ക്ലിക്ക് ചെയ്തില്ല. അത് എന്താ പറയുക, ആശാരിയുടെ കുറവുമുണ്ട്, തടിയുടെ വളവുമുണ്ട്. പക്ഷേ ഈ ആശാരി ആണല്ലോ BJP, അതിൽ ഹോസ്റ്റ് അവരാണ് വലിയ പാർട്ടി. അവർ കുറേ കൂടെ അക്കോമഡേറ്റീവ് ആകണമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇവർ വന്നപ്പോൾ ഒരു ഇൻഡിഫറൻസ് ഉണ്ടല്ലോ. ഞാൻ സുനിലിനെ സന്തോഷത്തോടെ കാണുമ്പോൾ ആ ചിരിയുടെ മുഖത്തെ തെളിച്ചം തിരിച്ചറിയാൻ പറ്റും. അതല്ലാതെ ഫോർമൽ ഒരു ചിരി അത് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു ചിരിയാണ് BJP ചിരിച്ചത് BDJS മുന്നണിയിലേക്ക് വന്നപ്പോൾ. BDJSന് 40 സീറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ പ്രാണൻ പോകുന്ന വേദനയായിരുന്നു BJPക്ക്. അങ്ങനെയൊക്കെ അത് ജെല്ലായില്ല. അതിൽ ഈ പറഞ്ഞ രണ്ടുമുണ്ട്, ആശാരിയുടെ കുറവും തടിയുടെ വളയും. പക്ഷേ ആശാരിക്കാണ്, തടിക്ക് ജീവനില്ലല്ലോ. അതെ, ആശാരിക്കാണ് ഒരു പ്ലാനുള്ളത് മനസ്സിൽ.
തടി ഇങ്ങനെ കിടക്കും, ഞാൻ ദേ കിടക്കുന്നു, നീ എന്താ ചെയ്തു? ഉപയോഗിച്ചു. അപ്പോൾ ഇത് ആശാരിയുടെ ആണ് കൂടുതൽ ഉത്തരവാദിത്വം എന്ന് ഞാൻ കരുതുന്നു. ഏതായാലും അത് ജെല്ലായില്ല, അത് ഒരു നിർഭാഗ്യകരമായ അവസ്ഥയായിപ്പോയി. ഏതായാലും കേരളത്തിലെ ഹിന്ദു സമുദായങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് സുകുമാരൻ നായർ ചൂണ്ടിക്കാണിയിരിക്കുന്നത്. അത് വളരെ മുമ്പേ തന്നെ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. മറ്റ് ഹിന്ദു സമുദായങ്ങളും ഇതേ വിഷയം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ മന്നത്ത് പത്മനാഭൻ്റെ 147-ാം ജയന്തിയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന ഈ ചർച്ച ഈ പറഞ്ഞതുപോലെ ഒരു വലിയ ഏകീകരണത്തിൻ്റെ NSSഉം SNDP യോഗവും തമ്മിൽ കൈ കൊടുക്കുന്ന ഒരു നാളെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ജനിപ്പിക്കുന്നുണ്ട്. യെസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.